ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിന് കീഴിൽ എൻ്റെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലുള്ള രോഹിത് ബാലകൃഷ്ണൻ എന്നൊരാളിട്ട കമന്റിൽ എന്നെ ഗോതമ്പ് പൊടി ടീം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. രണ്ട് രീതിയിലും ആകാതെ ഗോതമ്പ് പൊടിയും മറ്റുമൊക്കെ വാങ്ങിച്ചു നിന്ന് മതം മാറിയ ആളാണ് ഞാനെന്നുള്ള നിലയിലും വരാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്ത ആളുകളെ മതം മാറ്റുന്ന കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് വരാം. ഏത് രീതിയിലും അതെടുക്കാം. അങ്ങനെ അതാണ് ഈ ഗോതമ്പ് പൊടി ടീം എന്ന് പറയുമ്പോൾ അവരർത്ഥമാക്കുന്നത്. രണ്ടും ആകാതെ പിന്നെ ഗോതമ്പ് പാൽപ്പൊടി അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഈ ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് മതം മാറ്റുന്നു എന്നൊക്കെ പറയുന്ന ആരോപണമുണ്ട്, അല്ലെങ്കിൽ ആ വിഷയം അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത ഒരു 5-6 മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ പുസ്തകം എഴുതാൻ വേണ്ടി വളരെ ആഴമേറിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വിവരങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കി കുറേ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. ഈ പുസ്തകമൊക്കെ ഇപ്പോൾ എഴുതി തീരുകയും ചെയ്തു. പുസ്തകത്തിന്റെ പേര് ആഹാരത്തിന്റെ രാഷ്ട്രീയം, അവർണരുടെ ജീവിതവും മിഷണറിമാരുടെ ഇടപെടലുകളും എന്നാണ്. ആ പുസ്തകത്തില് ഇവന്മാരുടെ ഈ പരിഹാസത്തിന്റെ, അതായത് ഗോതമ്പും പാൽപ്പൊടിയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ, ആ പരിഹാസത്തിന്റെ ചരിത്രപരമായ സാങ്കത്യം എത്രത്തോളം ഉണ്ടെന്ന് വളരെ ആഴമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇവര് ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് മതം മാറ്റിയിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്തോ എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയാണോ കൊടുത്തത്, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മതം മാറ്റാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ടോ, അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ആൻസർ അതിൽ കിട്ടുന്നുണ്ട്. അതിനകത്ത് ആ പുസ്തകത്തിൽ അതെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല, ഈ ക്രിസ്ത്യാനികളെ ഇങ്ങനെ പരിഹസിക്കുന്നവര്, അതായത് ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് ഇവിടുത്തെ ഹിന്ദുക്കളെ മതം മാറ്റാൻ നടക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ആ പരിഹാസം എങ്ങനെയാണ് സ്വന്തം മതവിശ്വാസികളെ പൊതുജനമധ്യത്തിൽ അപമാനിക്കുന്നത് എന്ന കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. രോഹിത് ബാലകൃഷ്ണൻ എന്ന സംഖ്യയ്ക്കും രോഹിത്തിനെ പോലെ ചിന്തിക്കുന്നവർക്കും വേണ്ടി ആ ഭാഗം ഞാൻ കോപ്പി ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇട്ടു. അതായത് ഞാൻ ഓൾറെഡി അത് പുസ്തകത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ വായിക്കാം നിങ്ങളുടെ മുമ്പാകെ. ക്രിസ്ത്യൻ മിഷണറിമാർ പാൽപ്പൊടിയും ഗോതമ്പും നൽകി ഇന്ത്യയിലെ ഹിന്ദുക്കളെ മതം മാറ്റിയെന്ന് ആരോപിക്കുന്ന ആർഷഭാരത സംസ്കാര വക്താക്കൾ യഥാർത്ഥത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത്? ഈ ആരോപണം കേൾക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരെ ലക്ഷ്യമിട്ട പരിഹാസമാണത് എന്ന് ആദ്യം തോന്നിയാലും ആത്യന്തികമായ അതിന്റെ തീവ്രത ഹിന്ദുമതത്തെയും ഹിന്ദുക്കളെയുമാണ് ബാധിക്കുന്നത്. ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നവർ വെളിപ്പെടുത്തുന്നത് അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയാണ്. 10 കിലോ ഗോതമ്പും 2 ടിൻ പാൽപ്പൊടിയും കിട്ടിയാൽ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറാകുന്നു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുമതത്തിന്റെ അടിത്തറ അത്രമാത്രം ദുർബലമാണെന്നും ആ മതത്തിലെ അംഗങ്ങൾക്ക് ആത്മീയമായോ സാംസ്കാരികമായോ ബലമില്ലെന്നുമല്ലേ? ഒരു ചാക്ക് അരി കിട്ടിയാൽ ചവറുകൂനയിൽ പോയി വേസ്റ്റ് തട്ടിക്കളയുന്നത് പോലെ സ്വന്തം മതം കുടഞ്ഞു കളയാൻ മടിയില്ലാത്തവരാണ് ഹിന്ദുക്കൾ എന്ന് തുറന്നു സമ്മതിക്കുന്നതല്ലേ ഈ ആരോപണത്തിന്റെ കാതൽ? ഹിന്ദുമതം ഒരു ഹിന്ദുവിന് ജീവിതത്തിൽ യാതൊരു ആശ്വാസവും സുരക്ഷയും ആത്മാഭിമാനവും നൽകുന്നില്ല എന്നതല്ലേ ഈ ആരോപണം ഉന്നയിക്കുന്നവർ പ്രസ്താവിക്കുന്നത്? ഹിന്ദുമതത്തിന്റെ ശക്തിയെയും സ്ഥിരതയെയും കുറിച്ച് സനാതനികൾ എത്ര ഉച്ചത്തിൽ പ്രഖ്യാപിച്ചാലും 1 കിലോ ഗോതമ്പിനോ പാൽപ്പൊടിക്കോ വേണ്ടി ഹിന്ദുക്കൾ മതം ഉപേക്ഷിക്കുമെന്ന വാദം ഹിന്ദുക്കളെ ദുർബലരും അവസരവാദികളുമായി ചിത്രീകരിക്കുകയല്ലേ ചെയ്യുന്നത്? ആ ആരോപണം കൊണ്ട് അവർ പരസ്യമായി സമ്മതിക്കുന്നത് ഇതാണ്: ഹിന്ദുമതം വിശ്വാസികളെ അതിൽ പിടിച്ചു നിർത്താൻ മതിയായ ആത്മീയ ബലം നൽകുന്ന ഒരു മതമല്ല. അതായത് അവർ സ്വയം ഹിന്ദുമതത്തെ പണത്തിനും ഭക്ഷണത്തിനും വിറ്റഴിക്കാവുന്ന ഒരു ദുർബല മതമായി ചിത്രീകരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിന് ഒരു പാക്കറ്റ് പാൽപ്പൊടിക്ക് മുന്നിലോ ഒരു ചാക്ക് അരിക്ക് മുന്നിലോ പിടിച്ചു നിൽക്കാനുള്ള ഉൾക്കരുത്തോ ത്രാണിയോ ഇല്ല എന്ന തുറന്ന സമ്മതപത്രമാണ് ഈ ആരോപണം. ഹിന്ദുമതത്തെയും ഹിന്ദു സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഇത്ര കഠിനവും അപമാനകരവുമായ ഒരു ആരോപണം മുസ്ലിം മതവാദികളോ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോ മതങ്ങളോട് ഏറ്റവും അധികം വിമർശനാത്മകമായി ഇടപെടുന്ന നിരീശ്വരവാദികളോ പോലും ഉന്നയിച്ച് ഹിന്ദുക്കളെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാറില്ല. എന്നാൽ സനാതനധർമ്മത്തിന്റെ കൊടിക്കീഴിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആർഷഭാരത സംസ്കാരവാദികൾ ഈ അപമാനകരമായ വാദം അനായാസം മുന്നോട്ട് വയ്ക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരെ പരിഹസിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെയും ഹിന്ദുക്കളുടെയും മാനം കപ്പൽ കയറ്റുകയാണ്. സനാതനികളുടെ ഈ ആരോപണം ചരിത്രത്തെ വളച്ചൊടിക്കുക മാത്രമല്ല,
ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന് സ്വയം വരുത്തുന്ന ഒരു വലിയ മുറിവ് കൂടിയാണ്. അത് അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുകയും മുൻവിധികളാൽ പോഷിപ്പിക്കപ്പെടുകയും ചരിത്രത്തിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട സനാതനികളിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു മതത്തിന്റെ യഥാർത്ഥ വക്താക്കൾ അവരുടെ മതത്തിന്റെ ശക്തിയും ആഴവും ഉയർത്തിക്കാട്ടേണ്ടവരാണ്, അല്ലാതെ അതിന്റെ അനുയായികളെ പൊതുജനമധ്യത്തിൽ നാണം കെടുത്തേണ്ടവരല്ല. ഈ ആരോപണം ഹിന്ദുക്കൾക്ക് എത്രത്തോളം അപമാനകരമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിശക്തിയൊന്നും വേണ്ട. സനാതനികൾ ഉന്നയിക്കുന്ന ഈ കുറ്റാരോപണം മിഷണറിമാരെയല്ല, മറിച്ച് സ്വന്തം മതത്തെയും സമൂഹത്തെയും അപകീർത്തിപ്പെടുത്തുന്ന ആയുധമായി മാറുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഈ സനാതനികളുടെ ഏറ്റവും വലിയ ബൗദ്ധിക ദാരിദ്ര്യം. ഫേസ്ബുക്കിൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. ഇതാണ് ഈ സംഖ്യകളുടെയും ജിഹാദികളുടെയും ഒക്കെ കുഴപ്പം. ഒരു വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ട് മറുപടി പറയാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോണം. അതിന് പിന്നെ മാന്യതയുണ്ട്. എനിക്ക് അതിനുള്ള കഴിവില്ല, ത്രാണിയില്ല, പ്രാപ്തിയില്ല, ഞാൻ ദൈവം വെച്ച് നിർത്തുകയാണ് എന്ന് പറഞ്ഞു പോ. ഓക്കെ, നമുക്ക് കാര്യം മനസ്സിലായി. അതല്ലാതെ അക്കൗണ്ട് ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചോ അയാളെ നിശബ്ദനാക്കാനല്ല ശ്രമിക്കേണ്ടത്. മനസ്സിലായ? ഈ ജിഹാദികളുടെ പരിപാടി അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കലാണ്. സംഖ്യകളുടെ പരിപാടി അത് ഹാക്ക് ചെയ്യാൻ നോക്കല്. അതൊന്നും മാന്യന്മാർക്ക് ചേർന്ന പരിപാടിയല്ല, മാന്യതയുമല്ല. മനസ്സിലായോ? അതുകൊണ്ട് സംഖ്യകളോട് ഞാൻ പറയട്ടെ, ക്രൈസ്തവർക്കെതിരെ ആശയപരമായി പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല മക്കളെ. കേട്ടാ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. നിങ്ങളുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, കാര്യങ്ങളെ ക്രമമായി അടുക്കി വെച്ച് അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലത്തെ ക്രൂരതയാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് താങ്ങില്ല, നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി എടുത്താൽ പോരെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കാണിച്ചു തന്നിട്ടില്ലേ ആ പണി? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി എന്താണെന്നുള്ളത്? ഈ നാവ് കൊണ്ട് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ജോലിയൊക്കെ അല്ലേ? അതിൽ നിങ്ങളെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർ ഏതൊക്കെ തരം ലിക്വിഡ് ഉപയോഗിച്ച് ഏത് ബ്രഷ് ഉപയോഗിച്ച് ഷൂ പോളിഷ് ചെയ്താലും നാവ് കൊണ്ട് നിങ്ങൾ പോളിഷ് ചെയ്താൽ കിട്ടുന്ന തിളക്കവും മിനുസവും കിട്ടുമോ? ഇല്ല. അവിടെ നിങ്ങളെ വെല്ലാൻ ആരുമില്ല. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന മേഖല അതാണ്. മറ്റാർക്കും നിങ്ങളോട് മത്സരിക്കാൻ പറ്റാത്തൊരു മേഖലയാണത്. നിങ്ങൾ അവിടെ കിരീടം വെക്കാത്ത രാജാക്കന്മാരല്ലേ? നിങ്ങൾക്ക് അവിടെ ആ ഫീൽഡിൽ ഇരുന്നാ പോരെ. എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ ആശയ സംവാദ മേഖലയിലേക്കൊക്കെ വരുന്നത്? ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത ചില മേഖലകളുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കില്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല, അത്തരം ഫീൽഡിലേക്ക് ഇറങ്ങില്ല. അവിടെയുള്ള ആൾക്കാരെ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനും നിൽക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ വെല്ലുവിളിച്ചാൽ പരാജയപ്പെടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ അടി, ഇടി, വെട്ട്, കുത്ത്, കൊല, മോഷണം, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ അത് ഞങ്ങൾക്ക് പറ്റിയതല്ല. ഞങ്ങൾ അവിടെ അമ്പേ പരാജയമായിരിക്കും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ. അതായത് പണ്ട് മുതലേ ഞങ്ങൾ അതൊന്നും ചെയ്യാത്ത, ആ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുന്നതല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ അടി, ഇടിയും, കൊത്തും, കൊലയും, മോഷണവും എല്ലാത്തിലും അതിനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ജയിലിൽ കിടന്നിട്ടുള്ളവരൊക്കെയാണ്. മനസ്സിലായ? ഈ പറഞ്ഞ പണിയൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നീട് മാറ്റം വന്നു, ജീവിതത്തിൽ മാറ്റം വന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വന്നു. അപ്പൊ ഞങ്ങൾക്ക് മാറ്റം വന്നു. ആ മാറ്റം വന്നപ്പോ ഞങ്ങൾ ക്രിസ്തു പറയുന്ന കൽപ്പനകൾ അനുസരിച്ച്, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി, അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളോട് ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പരാജയമായിരിക്കും, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആ ഫീൽഡിലുള്ള ഒരാളെയും വെല്ലുവിളിക്കില്ല, അവരായിട്ട് മത്സരിക്കാനും നിൽക്കില്ല. നിങ്ങളായി, നിങ്ങളുടെ പാട്, ഞങ്ങളില്ല, ഞങ്ങൾ പരാജയമായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്മാറും. മനസ്സിലായ? അതാ ചെയ്യുന്നത്. ബുദ്ധിയുള്ള ഏതൊരാൾ അതേ ചെയ്യുള്ളൂ. തങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഫീൽഡിലേക്ക് ഇറങ്ങില്ല. ഇറങ്ങിയാൽ തന്നെ അവിടെ ഉള്ളവരോട് വെല്ലുവിളിക്കാനോ മത്സരിക്കാനോ നിൽക്കില്ല. അങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്തിനാണെന്ന് ഈ ആശയ സംവാദ മേഖലയിലേക്ക് വരുന്നത്? സംഖ്യകളെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയാണോ? വെറുതെ തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി എന്തിനാ ഈ ആശയ സംവാദ മേഖലയിലേക്ക് വന്ന് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുന്നത്?